നമസ്കാരം. ഇന്ത്യൻ ടീമിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് ശേഷം രഞ്ജി ട്രോഫിയിലും പതറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. മുംബൈക്കായി കളിക്കാനിറങ്ങിയ രോഹിത് 2 ഇന്നിംഗ്സിലും ദുരന്തമായി തീരുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ വെറും 3 റൺസ് എടുത്ത രോഹിത് ശർമ്മയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിൽ വെറും 28 റൺസാണ് നേടാനായത്. ഇന്ത്യൻ നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ സമീപകാലത്ത് തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന ഓസ്ട്രേലിയൻ പരമ്പരയിൽ രോഹിത്തിന്റെ ശരാശരി 7 മാത്രമായിരുന്നു. ഫോം വീണ്ടെടുക്കാൻ രോഹിത് രഞ്ജി ട്രോഫി കളിക്കണമെന്നത് പരിശീലകൻ ഗൗതം ഗംഭീർ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ രഞ്ജി ട്രോഫിയിലും ഫ്ലോപ്പായതോടെ രോഹിത്തിന്റെ ഭാവി വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ്. എന്നാൽ നിലവിലെ മോശം ഫോം വിലയിരുത്തുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇറങ്ങുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാകാൻ സാധ്യത കൂടുതലാണ്. പഴയ പ്രതാപം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇടം ലഭിക്കണമെങ്കിൽ അവിടെ പ്രതിഭ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. കാരണം യുവതാരങ്ങളടക്കം ഒരുപാട് പ്രതിഭാധനരാണ് ടീമിൽ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഫോം ഔട്ട് ആയിക്കൊണ്ട് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ നായകൻ എന്ന നിലയിൽ രഞ്ജി ട്രോഫിയിലെ രോഹിത്തിന്റെ പ്രകടനം വലിയ നാണക്കേട് തന്നെയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യക്ക് ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയുമുണ്ട്. ഇതിലെ രോഹിത്തിന്റെ പ്രകടനം വിലയിരുത്തിയാകും ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ ഭാവി തീരുമാനിക്കുകയെന്ന് ഉറപ്പാണ്. രോഹിത്തിനെ ഇതേ ഫോമിൽ ചാമ്പ്യൻസ് ട്രോഫി കളിപ്പിച്ചാൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. ഒരു റിസ്ക് എടുത്ത് കളിപ്പിച്ചാൽ പോലും അതിൽ കപ്പെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, പരാജയം ഏൽക്കേണ്ടി വന്നാൽ അത് ഏറ്റവും കൂടുതൽ സെലക്ടർമാരെയും ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. എന്തായാലും രോഹിത്തിന് മുകളിൽ വലിയ സമ്മർദ്ദം ഇപ്പോഴുണ്ട് എന്നാണ്. പ്രായവും ഫോമും ഇത്തരത്തിൽ ഹിറ്റ്മാനെ പിന്നോട്ടടിക്കവേ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം രോഹിത്തിന് നിർണായകം തന്നെയാകും. രോഹിത് ശർമ്മ വഴിമാറിയാൽ അവസരം കാത്ത് മികച്ച താരങ്ങൾ പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത് ഇപ്പോൾ സ്വയം വഴിമാറുന്നതാണ് നല്ലത്. രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ പരമ്പരയിൽ നിരാശപ്പെടുത്തിയപ്പോൾ താരം വിരമിക്കണമെന്നായിരുന്നു പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ നിലപാട്. എന്നാൽ കളി തുടരും എന്ന നിലപാടായിരുന്നു രോഹിത് സ്വീകരിച്ചത്. ഇതിൽ ഗംഭീറിന് കടുത്ത അതൃപ്തിയും ഉണ്ടായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി രോഹിത് ശർമ്മയ്ക്ക് അവസാന അവസരമാണ്. ഇതിലും നിരാശപ്പെടുത്തിയാൽ രോഹിത് വിരമിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകം തന്നെയാകും. സൂപ്പർ താരം എന്ന നിലയിൽ ഇനിയും രോഹിത്തിനെ പിന്തുണയ്ക്കുന്നത് ശരിയായ കാര്യമല്ല. ഹിറ്റ്മാൻ ഗംഭീര റെക്കോർഡുള്ള താരമാണെന്നത് വസ്തുത തന്നെയാണ്. എന്നാൽ പഴയ മികവ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇല്ല. ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മ വഴിമാറുന്നതാണ് നല്ലത്. എന്തായാലും നിലവിലെ ഫോമിൽ രോഹിത് ശർമ്മ ചാമ്പ്യൻസ് ട്രോഫി കളിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസനെ പോലുള്ള പ്രതിഭാധനരായ ആളുകളെ ചാമ്പ്യൻസ് ട്രോഫി കളിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് മുൻനിരയിലുണ്ടായിരുന്നു രോഹിത്. അതുകൊണ്ട് തന്നെ ആ ഒരു രോഹിത് തന്നെ ഫോം ഔട്ട് ആയാൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വഴിവെക്കും. രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണം. സമീപകാലത്തൊന്നും മികവ് കാട്ടാൻ രോഹിത്തിന് സാധിച്ചിട്ടില്ല എന്നത് വസ്തുത മനസ്സിലാക്കിയെങ്കിലും വിരമിച്ചേ മതിയാകൂ. T20യിൽ നിന്ന് ഇതിനോടകം തന്നെ രോഹിത് വിരമിച്ചിട്ടുണ്ട്. നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ രോഹിത് യുവതാരങ്ങൾക്കായി വഴിമാറുന്നതാണ് നല്ലത്. ജസ്പ്രീത് ബുംറയെ നായകനാക്കി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നിലവിൽ രോഹിത് ടീമിന് ബാധ്യതയാകും എന്നാണ് പറയുന്നത്. രോഹിത്തും ടീം മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം മോശമായ സാഹചര്യത്തിൽ ഇനിയും രോഹിത്തിനെ വിശ്വസിക്കുന്നത് മണ്ടത്തരമായിരിക്കുമെന്നാണ് സെലക്ടർമാരുടെ അഭിപ്രായം. രോഹിത്തിനെ പുറത്താക്കി സഞ്ജു സാംസനെ ഓപ്പണർ റോളിലേക്ക് പരിഗണിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കൊണ്ടുവരേണ്ടതായി വരും. എന്തായാലും രോഹിത്തിനെ ഇനിയും പിന്തുണയ്ക്കുന്നത് യുവതാരങ്ങളോടുള്ള നീതികേടായിരിക്കുമെന്ന് നിസ്സംശയം പറയാം.